ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായില്ല നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. ആ സമയത്താണ് എൻ്റെ ഫോണ് പോയത്. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഇങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ വീഡിയോ ഉണ്ട് കേട്ടോ. മുപ്പര് ഫോണിലെടുത്ത് തന്നെയായിരുന്നു വീഡിയോ. കാരണം എൻ്റെ ഫോണിന് ഈ ക്ലാരിറ്റി മുപ്പര് ഫോണിനാണ്. എൻ്റെ കുറച്ച് പഴയ ഫോണായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ആ ഫോൺ ശരിയാക്കിയിട്ടില്ല. ചിലപ്പോൾ വേറെ ഫോൺ വാങ്ങണം, അല്ലെങ്കിൽ ഈ മുപ്പര് ഈ ഫോണിന് ഉപയോഗിക്കാമെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. നമ്മൾ ബീച്ചിലാട്ടോ പോണത്. ഇപ്പോൾ മോൻ കുറേ ദിവസമായി എവിടെയെങ്കിലും പുറത്ത് പോകാറുണ്ട്. അപ്പോൾ മൂപ്പർക്ക് ഒഴിവുണ്ടാവില്ല. അങ്ങനെ ഒഴിവുണ്ടായാൽ തന്നെ ഒരു ദിവസത്തെ ലീവല്ല. അപ്പോൾ അവർക്ക് ഉറങ്ങാനായിരിക്കും ആഗ്രഹം. കാരണം ഒരു ഒഴിവില്ലാത്ത പണികളൊക്കെ ആകുമ്പോഴേ നമ്മൾ അവർ പറഞ്ഞിട്ടും കാര്യമില്ല. നാട്ടിൽ വരുമ്പോൾ പിന്നെ അവർക്ക് വേറെ പണികളൊന്നുമില്ല, അപ്പോൾ അവർ ഫ്രീ ആയിരിക്കും. പക്ഷെ ഇവിടെ അതല്ലല്ലോ, ഇവിടെ ജോലിക്കും പോകണം, പിന്നെ രാത്രിയല്ലേ വരിക. അപ്പോൾ ഒരുപാട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഒരു ദിവസത്തെ ലീവിന് അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്നല്ലാണ്ട് ചിലപ്പോൾ അങ്ങനെ പോകില്ല, വീട്ടിൽ തന്നെ ഇരിക്കലാട്ടോ. അപ്പോൾ എന്നാൽ ഏതായാലും പെരുന്നാളിന് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ആ ലീവിന് നമുക്ക് പുറത്ത് പോകാമെന്നും പറഞ്ഞിട്ട് പുറത്ത് പോകട്ടെ, ബീച്ചിൽ പോകട്ടെ. അപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 5-5:30 സമയം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോകുമ്പോൾ. കാരണം ഭയങ്കര ചൂടാണ് പുറത്ത്, നല്ല ചൂടായിരുന്നുണ്ട് പോകുമ്പോൾ. നമ്മൾ കാറിലാണെങ്കിൽ പോലും ചൂട് നമുക്ക് ഫീൽ ആവട്ടെ, അത്രയും ചൂടാണ്. അപ്പോൾ പുറത്തൊന്നും പകൽ നേരത്തെ പോകില്ല. അപ്പോൾ ഒരു 6 മണി സമയം ആയിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് തന്നെ. അപ്പം തന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോണത് മസ്കറ്റിൽ തന്നെയല്ല, ബർക്കയിൽ അൽസവാദി ബീച്ചിലോട്ടാണ് പോകണത് കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്തുള്ള കുറച്ച് വീഡിയോസും അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വീഡിയോസും കാണിച്ചു തരാമെന്ന് കരുതി. നല്ല ഭംഗിയുള്ളൊരു ബീച്ചാട്ടോ, നിങ്ങൾ കാണുന്നേ വേണം. എന്തൊരു ഭംഗിയാണ്. ഒരുപാട് ആളുകളുണ്ടായിട്ടോ, മലയാളികളും ആയിട്ടുള്ളവരും പാകിസ്ഥാനികളായ കൂടുതൽ എനിക്ക് തോന്നുന്നത്. അവിടെ ഫുള്ളും ചുരിദാറിട്ട പാകിസ്ഥാനികളാണ് അറിയാം ഞാൻ. കാരണം മലയാളീസും ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതിലേറെ കൂടുതൽ എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനികളാണ്. അതുകൊണ്ട് അവിടെ നല്ലൊരു സുഖമാണ്. പക്ഷെ ചൂട് ഉണ്ടായിരുന്നു കേട്ടോ, ചൂട് കുറച്ചുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കാണാനും നല്ല ഭംഗി. ഞങ്ങൾ ആ സൂര്യാസ്തമയത്തിൻ്റെ ആ സമയത്തൊക്കെ അവിടെ എത്തിയത്. അപ്പോൾ സൂര്യാസ്തമിക്കുന്ന സമയത്തുള്ള ആകാശത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ക്യാമറയിൽ നമ്മൾ ഈ ഫോണിൽ എത്ര നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല കേട്ടോ. നമ്മളവിടെ നേരിട്ട് കാണുമ്പോൾ തന്നെ അത് കണ്ട് ആസ്വദിക്കണം. ഒന്നെങ്കിൽ നമ്മൾ കടൽ കാണാൻ പോവുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നേരത്തെ സൂര്യാസ്തമയം കഴിഞ്ഞിട്ടായിരിക്കും ഞാനൊക്കെ മൂപ്പരെ കൂടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ അവിടെ എത്തുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ നേരത്തെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടാവും കണ്ടു കഴിഞ്ഞിട്ട്. അങ്ങനെയൊക്കെ കേട്ടോ, അതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോകണ റോട്ടിന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വാഹനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുന്നവരും പോകുന്നവരൊക്കെ കേട്ടോ. അപ്പം ഇതിൻ്റെ അവധി ആയി തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത സമയത്ത് ഉണ്ടാവും നമുക്കറിയാം, നമ്മൾ പോയിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ഈ ഒഴിവ് സമയത്തല്ലേ പോകുന്നത്. അപ്പോൾ ആ വഴിയോര കാഴ്ചകളും അതേപോലെ അവിടെ എത്തുന്ന ആ ഒരു കാഴ്ചകളും ഞങ്ങളുടെ കുറച്ച് സംസാരങ്ങളൊക്കെ കേട്ടോ അതിൽ കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊന്ന് വഴി തെറ്റിയിട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകണമെന്ന് അറിയാം, പക്ഷേ എന്നാലും അതിൻ്റെ ഇടയിൽ ഒന്ന് വഴി മാറിപ്പോയിട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് ഇപ്പോൾ നമ്മൾ ശരിക്കുള്ള റൂട്ടിൽ തന്നെ എത്തിയിട്ടോ. പിന്നെ മൂപ്പര് ഇതേപോലെ പുറത്തൊന്നും പോകാത്ത ആളാണ്. അങ്ങനെയാണ് കംപ്ലീറ്റ്ലി അങ്ങനെ ടൂറും കാര്യങ്ങളും പോകുന്ന ഒരാളൊന്നുമല്ല. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും പോകുക എന്നല്ലാണ്ട്. ഇവിടെയൊക്കെ കുറേ മുന്നേ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രണ്ട്സ് ഒത്താണ്. അന്നിപ്പോൾ സ്വന്തമായിട്ടൊന്നുമല്ല, കൂട്ടുകാരൊത്താണ് വന്നിട്ടുള്ളത് കാരണം. പക്ഷെ അന്നത്തെ വഴിയൊന്നും മൂപ്പർക്ക് ശരിക്കും ഓർമ്മയില്ല. ഇപ്പോൾ ഞങ്ങളങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് അങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ എപ്പോൾ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടോ ആ ഒരു ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ.
നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. അവിടെ എത്തുമ്പോൾ തന്നെ എന്തൊരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ AC ഒക്കെ ഇട്ടിട്ടാണ് തോന്നുന്നത്, എന്താ അറിയില്ല, അവിടെ എത്തിയപ്പോൾ ഒരു തണുപ്പ് പോലത്തെ തോന്നി കേട്ടോ. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ചേരം നിന്നിട്ട് പോരാന്ന് എഴുതിയിട്ടാണ് പോയത്. പക്ഷെ മോനെ ആദ്യം അവൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിരുന്നു കേട്ടോ. അവൻ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവിടെ തന്നെ പോണത്. പക്ഷേ ഇക്കാക്ക് തിരിച്ചു പോരുമ്പോൾ പോലെ ഷോപ്പിൽ കയറാണ്ടായതുകൊണ്ട് തന്നെ ഇക്ക ഷോപ്പിൽ പോണ ഡ്രസ്സായിട്ട് ഇട്ടിരുന്നത്, പാൻറ്റും ഇന്നൊക്കെ ഈ ഷൂസൊക്കെ ഇട്ടിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര മിസ്സായി പോയി എന്ന് പറഞ്ഞിക്ക ഇവിടെ വന്നിട്ട്. കാരണം തിരിച്ച് ഓഫീസിൽ കയറുന്നതുകൊണ്ട് തന്നെ വേറൊരു ഈ ഡ്രസ്സ് നനഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് പോരുമ്പോൾ ഒരു സുഖം കിട്ടില്ല എന്നിട്ട് ഇക്കാക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇക്കാക്ക് ഭയങ്കര ഫീലിംഗ് ആയി എന്ന് പറഞ്ഞിട്ട് പോരുമ്പോഴൊക്കെ അതന്നെ ഇനി പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇറങ്ങാൻ പറ്റിയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരുമായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ എന്തായാലും നമ്മൾ പൊതുവെ ഇറങ്ങൂലല്ലോ. എന്തായാലും ഇപ്പോൾ അതിൻ്റെ അടുത്തെത്താനായപ്പോൾ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ബീച്ചിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു വഴി ഒന്ന് ബ്ലോക്ക് ആവുമല്ലോ, അതുപോലെ ചെറിയൊരു ബ്ലോക്ക് നമ്മുടെ നാട്ടിലത്തെ അത്രയ്ക്ക് ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതിൽ ഹൗസ് ബോട്ട് അവിടെ ബോട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബോട്ടിങ്ങിലൊന്ന് കയറണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ 5 റിയാലോ എന്തോ തോന്നുന്നുണ്ട്, ഒരാൾക്കാണെന്നറിയില്ല. ഇനി നമ്മളിങ്ങനെ എത്ര കയറാൻ എന്തോ അറിയില്ല. 5 റിയാൽ എന്തോ പറഞ്ഞ മാതിരി തോന്നി, ഒരാൾക്കാ എനിക്കറിയില്ല കേട്ടോ, ഒരാൾക്കനെ ആയിരിക്കാം. അതൊന്നും എല്ലാവർക്കും കൂടി അതും അറിയില്ല. എന്തായാലും 5 റിയാലാണെന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ മറന്നിട്ടുണ്ട്, ഒരാൾക്കാണോ അതോ എല്ലാവർക്കും കൂടി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ മറന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ വീടാണല്ലേ, ഇങ്ങനെ ചതുരം പോലത്തെ വീടാണല്ലേ, ഇവിടെ അതേപോലത്തെ വീടാണ് തന്നെയാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുള്ള വീട്. രാത്രിയാണ് ഇവരുടെ വീടിൻ്റെ ഭംഗി കാണുന്നത്, ഫുൾ ലൈറ്റിലായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റിലിങ്ങനെ നിൽക്കുന്ന വീട് കാണാം. വീടിൻ്റെ ഉള്ളിൽ ഭംഗിയില്ലെങ്കിലും പുറത്ത് ഭംഗിയില്ലെങ്കിൽ പോലും ആ വീടിൻ്റെ ലൈറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. അപ്പം നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടോ. ആ കാണുന്ന മലകളൊക്കെ ഇപ്പോൾ വെള്ളത്തിലാട്ടോ. നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ അത് വെള്ളത്തിൻ്റെ അപ്പുറത്താണ് തോന്നും, പക്ഷെ വെള്ളത്തിനുള്ളിലെ മലകൾ, കല്ലിൻ്റെ വലിയ മലകൾ പോലെ തോന്നും കേട്ടോ. അതിലൊക്കെ ആളുകളുണ്ടായിരുന്നു കേട്ടോ, നിറയെ ആളുകളുണ്ടായിരുന്നു അതിലൊക്കെ. അവിടെയൊക്കെ ചെന്ന് ബോട്ട് സർവീസ് ഉണ്ട്, അവിടെ ചെന്ന് ഇറക്കി കൊടുത്തിട്ട് പിന്നെ അവിടെയൊക്കെ കണ്ടിട്ട് തിരിച്ച് കൊണ്ടുവരാൻ തോന്നുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഈ കാണുന്ന കല്ലുണ്ടല്ലോ അത് ഈ വെള്ളത്തിലാണ്, അതിൻ്റെ ചുറ്റുഭാഗത്തു കൂടി ഒരു റൗണ്ട് അടിക്കണം കേട്ടോ ബോട്ടിങ്. അപ്പോൾ ഹസ്ബൻഡ് പറയണേ, ഞങ്ങൾ ഫ്രണ്ട്സുകൾ വന്നപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ പുളു അടിക്കുകയാണ് അവർ കളിയൊക്കെ കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ കയറാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ തള്ളാണെന്നും പറഞ്ഞ് കളിയാക്കിയായിരുന്നു. ഇനി ബാക്കിയൊക്കെ നിങ്ങൾ കാണട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഏതായാലും ഒരു വെക്കേഷനിൽ ഇങ്ങനെ പോയപ്പോൾ നല്ലൊരു മനസ്സിനൊരു സന്തോഷം. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ പോകുമല്ലേ, കാണാനും നല്ല കാഴ്ചകളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളെ വിജയത്തിൻ്റെ രഹസ്യം. അതുപോലെ കമൻറ്റ് അറിയിക്കണം, ബാഡ് ആയാലും ഗുഡ് ആയാലും ഒക്കെ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മളിതുപോലെ നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നല്ല ഓപ്ഷൻ പ്രസ് ചെയ്താൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇതൊക്കെയാണ് ഇന്നത്തെ, അന്ന് വിടണം കരുതിയ വീഡിയോസൊക്കെ എപ്പോഴാണ് വിടാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾ കളിക്കാൻ പറ്റിയ നല്ലൊരു പാർക്കും കുറച്ച് ഫുഡ് സ്റ്റേഷനുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു ഇങ്ങനെ നടപ്പാതയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ചുറ്റുഭാഗത്തും ആൾക്കാർ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അധികം ആൾക്കാരും ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവരുണ്ട്, ഇവിടുന്ന് തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ആ സമയമാകുമ്പോൾ ആകാശത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു കാണാൻ. നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ ആ ഭാഗത്തന്നെ ഒരു ചുവപ്പ് കളറായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കാണേണ്ട ഒരു കാഴ്ച തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണും കേട്ടോ.
എത്തിയപ്പോൾ ഭയങ്കര ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ വിമാനം പോകാമെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ പാരച്യൂട്ടിലൊക്കെ ആൾക്കാരിങ്ങനെ ഇവിടെ ചുറ്റുഭാഗം കാണിക്കുന്ന വീഡിയോയുടെ കുറേ പാരച്യൂട്ടുകളുണ്ടായിരുന്നു. എന്താ അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കയറണമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ അങ്ങനത്തിലൊക്കെ. അപ്പോൾ ഹസ്ബൻഡ് എങ്ങനെയാലും സമ്മതിച്ചില്ല കേട്ടോ. ഇനി അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പേടിയാണെന്നും പറഞ്ഞിട്ട് മൂപ്പര് സമ്മതിച്ചില്ല. എനിക്ക് ഭയങ്കര ഫീലായിട്ടോ കയറാൻ പറ്റാത്തത്. എന്താ അറിയില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ പറയലൊന്നുമില്ല. പക്ഷേ അതെന്തോ ഭയങ്കര ധൈര്യം വന്ന മാതിരി അതിലൊന്ന് കയറണം എന്നൊക്കെ തോന്നിയ മാതിരി. പക്ഷെ അത് മിസ്സായി കേട്ടോ. മൂപ്പർക്ക് പേടിയാണ്, അതുകൊണ്ട് ഇങ്ങനെ സമ്മതിച്ചില്ല. മക്കൾക്കും പേടിയേ കയറണ്ട, ചിലപ്പോൾ താഴെ വീടുന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അറിയില്ല. എനിക്ക് അതിൽ കയറാൻ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലുമൊക്കെ സാധിക്കണം. നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് സാധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കണം. മോനെ ഈ ബീച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അവന് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നു പറഞ്ഞിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങിയപ്പോഴേ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. അവിടെയുള്ളവരൊക്കെ കുട്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്, അവരൊക്കെ പാരൻസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അവൻ്റെ അമ്മ എപ്പോഴും പറയും, എടാ അവിടെ നല്ല മഴയാണ്, കുളത്തിലേക്ക് നിറയെ വെള്ളമുണ്ട്, നല്ല രസമാണ് കാണാനറിയാം. അപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ഓന് വെള്ളത്തിൽ ചാടുമ്പോൾ ഇപ്പോൾ നീന്തൽ പഠിച്ചിട്ടുള്ളൂ, അപ്പോൾ ഇങ്ങനെ പോകലുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയ സമയത്താണ് ബോട്ടിങ് ഉണ്ട് പറഞ്ഞപ്പോൾ അവനെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങാമെന്നും പറഞ്ഞ് ബോട്ടിൽ കയറാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് ലേഡീസ് വേറെയൊക്കെ ഉണ്ടാവും എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഈ കൂട്ടം നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ ആ ബോട്ടുകളൊക്കെ വരുമ്പോൾ അതിൽ കയറാൻ നിൽക്കണമല്ലോ കേട്ടോ. അപ്പോൾ ഉണ്ടാവുമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഇതായത്. പക്ഷേ ഞങ്ങൾ കയറാൻ കരുതിയ ബോട്ടിൽ വെറും പാകിസ്ഥാനികളേനും, ഞാൻ പറയണ മാതിരി ചുരിദാറിട്ട പാകിസ്ഥാനികൾ. പക്ഷെ അവരുണ്ടായതുകൊണ്ട് നന്നായി അറിയട്ടെ, കാരണം നല്ല തടിയുള്ളവരും ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാരായുണ്ട്. അപ്പോൾ ഞാൻ പറയും അതുകൊണ്ട് ബോട്ട് ഒരു ഭാഗത്തേക്ക് ചേരുന്നില്ല, നല്ല ബാലൻസിൽ പോകാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കലുണ്ടോ. അപ്പോൾ ബോട്ട് വന്നപ്പോൾ നമ്മൾ കയറണയിൽ കുറച്ച് വെള്ളത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ കയ്യിൽ ഷൂസൊക്കെ പിടിച്ചിട്ട് പിന്നെ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ നനയും കേട്ടോ. ബോട്ടിൽ കയറാൻ ചെല്ലുമ്പോൾ കുറച്ച് കരയ്ക്കാണ് കയറില്ലല്ലോ, കുറച്ച് വെള്ളത്തിൽ തന്നെ നിർത്തുക. അപ്പോൾ ആ വരുന്ന ബോട്ടിലാട്ടോ നമ്മൾ കയറുന്നത്. അപ്പോൾ അത് നിർത്തുമെന്ന് എഴുതി കുറച്ചൊക്കെ, പക്ഷേ വെള്ളത്തിലാട്ടോ അത് നല്ല വെള്ളത്തിൽ തന്നെ നിർത്തിയത്. ഞങ്ങൾ ഷൂസും ഷോക്സും ഒക്കെ ഊരി ഹസ്ബൻഡും പിന്നെ ഞാനും മോളും ചെരുപ്പ് കയ്യിൽ വെച്ചിട്ട് അങ്ങനെയായിട്ട് കയറിയത്. നല്ല പ്രയാസമായിട്ട് കയറാനൊക്കെ, എന്നാലും അതിലൊക്കെ ഒന്ന് കയറി കിട്ടും. അതും ഒരു സന്തോഷം കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ മുപ്പര് അങ്ങനത്തേലൊക്കെ കയറാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. പക്ഷെ എന്തോ അറിയില്ല, കയറിയല്ലേ എന്നും ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ കയറി കേട്ടോ. എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ടായിരിക്കാം. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ ശരിക്കും വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം ബോട്ടിൽ മുഴുവനും ഈ ആണുങ്ങളായിരുന്നു. ഞാനും മോളും മാത്രമേ ഉണ്ടായത്. അപ്പോൾ അതിന് എന്തോ ഒരു മടി പോലെ തോന്നിയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവരും അതിൽ പെടില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തു കേട്ടോ. എന്നാലും നല്ല ആസ്വദിച്ചിട്ടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സാച്ചി നല്ല സ്പീഡിൽ പോവല്ലേ. അപ്പോൾ നമ്മൾ ഫോണൊക്കെ വെള്ളത്തിൽ കൊഴിഞ്ഞാടുമോ എന്നുള്ളൊരു പേടിയായിട്ട് അങ്ങനെ കുറച്ചായിട്ടാട്ടോ വീഡിയോ എടുത്തതൊക്കെ.
ഈ സമയത്തൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. നല്ല ഇളക്കുണ്ടായിരുന്നു ബോട്ടിന്. അതുപോലെ തന്നെ ഫോണ് കൊഴിഞ്ഞാടുമോ എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ കൂടുതൽ. നമ്മൾ വീഴുന്നല്ല, ഫോണ് കൊഴിഞ്ഞാടി എന്താ ചെയ്യാന്നുള്ള ഇതുകൊണ്ട് കുറേയൊക്കെ ഫോണിൽ എടുക്കാൻ പറ്റുന്നത് പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് പേടിയായിരുന്നു, എൻ്റെ ഫോണും അല്ല ഹസ്ബൻഡിൻ്റെ ഫോണും വേണം. അപ്പോൾ അത് നമ്മളിങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി കൈയൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പൊന്തും താവുകയും ചെയ്യുമല്ലോ. ആ സമയത്ത് ഇത് ചാടിയാലോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പേടിച്ചിട്ടെടുത്ത് പിന്നെ നമ്മൾ ആ ഭാഗമൊക്കെ എടുക്കാൻ നേരുമ്പോൾ ഇവരെ മുഖമാണ് കൂടുതൽ പേടി കേട്ടോ. അപ്പോൾ അവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആവേണ്ടായിരുന്നിട്ട് ഞാൻ ഫുള്ളായിട്ട് ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ റൗണ്ട് ചുറ്റുന്ന ഒരു വീഡിയോ നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ നമുക്കൊന്ന് നേരെ എടുക്കാമായിരുന്നു കേട്ടോ. മുന്നിലൊക്കെ ഇരുന്നിട്ട് ഇതിപ്പോൾ ഈ സൈഡിലായിപ്പോയി, അവിടെ അവർ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഈ കല്ലുമൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു മല പോലെ തന്നെ ഈ കല്ല് വലുതായിട്ട് നിൽക്കണം. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങാൻ സൗകര്യങ്ങളുണ്ട് കേട്ടോ. ബോട്ട് ചെന്നിട്ട് ഇറക്കി കൊടുത്തിട്ട് പോരുക തോന്നുന്നുണ്ട്. പിന്നെ കൊണ്ടുവരാനും ശല്യമുണ്ടായിരിക്കും. അങ്ങനെയായിട്ടോ ആൾക്കാരൊക്കെ അവിടെ നിൽക്കണേ. അപ്പോൾ അവരും ഇങ്ങനെ ഇതേപോലെ നമ്മളിങ്ങനെ വരുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യനെ ഏകദേശം അസ്തമിക്കണ ആ സമയമായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ അസ്തമയം കാണാൻ. അപ്പോൾ അതൊരു ശരിക്കിലൊന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. എന്നാലും നമ്മളിങ്ങനെ റൗണ്ട് ചുറ്റിയ ഒരു ഭാഗം കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒരു വീഡിയോ എടുത്തു കേട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങൾ ഈ റൗണ്ട് ചുറ്റി എൻഡിൽ അപ്പോൾ കടലിൻ്റെ നമ്മൾ ഇറങ്ങിയ പോകുന്ന ആ സ്ഥലത്ത് തന്നെ എത്തിയപ്പോഴത്തേന് നമ്മളെ സൂര്യൻ അസ്തമിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിങ്ങനെ കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തിരിച്ചെത്തിയിട്ടോ. നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി മോന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടോ. മോന് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അവിടെ നിന്നു കേട്ടോ. അവന് പോയപ്പോൾ ഇറങ്ങാൻ നിന്നപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാമെന്നും പറഞ്ഞ് കൊണ്ടുപോയതല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് അവിടെ നിന്ന് കളിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവന് കുറച്ച് നേരമൊക്കെ കളിച്ചു കേട്ടോ. നമ്മൾ പിന്നെ അവിടെ ഇരിക്കാനൊന്നും നിന്നില്ല, അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്തോ ഒരു ബാഡ് ഫീലിംഗ് തോന്നി കേട്ടോ. പിന്നെ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകണം ഇങ്ങനെ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മളൊന്നും ഇരിക്കാനൊന്നും കൊണ്ടുവരാതെ പിന്നെ ഈ വെള്ളമൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇരുന്നൊന്നും ചെയ്തില്ല കേട്ടോ. അവനോട് പറഞ്ഞു കൊടുക്കണം, നല്ല ആഴത്ത് പോവല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ അവന് ഇതേപോലെ കളിക്കുക കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ. വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയൊരു ചാൻസ് അല്ലേ. അപ്പോൾ അത് അവന് കുറച്ച് നേരം നല്ലതായിട്ടോ. തലയ്ക്ക് നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം അവനവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ ഏകദേശം കുറേയൊക്കെ സമയം നിന്ന് പിന്നെ രാത്രിയായിട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. പിന്നെ മോന് കുറച്ച് നേരം ആ പാർക്കിലൊക്കെ കളിച്ചു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോളും അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അവിടെ ഇരുന്നു. മോന് ഇതിലൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. പിന്നെ ഞങ്ങൾ വന്ന് പിന്നെ അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. പോന്നിട്ട് പിന്നെ രാത്രി ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റൂമിലെത്തിയപ്പോഴത്തേന് ഇപ്പോൾ പോരുന്ന വഴിക്ക് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ രാത്രി കാഴ്ച. അപ്പോൾ ഇതുവരെ ഇവിടെ ഈ ഒമാനിലുള്ളവർ ഇവിടെ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകണം കേട്ടോ. അൽസവാദിയിൽ ബർക്കയിൽ അൽസവാദി ബീച്ചാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.